ഇപ്പോൾ നൽകാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത കഴിഞ്ഞ രാത്രി കനത്ത ഒരു ആക്രമണമാണ് ഹിസ്ബുള്ള ഇസ്രായേലിന് നേർക്ക് നടത്തിയതെന്ന് ഹീബ്രു മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. കിര്യത്ത് ഷമോന എന്ന് പറയുന്ന പ്രദേശത്താണ് കനത്ത റോക്കറ്റ് ആക്രമണം ഹിസ്ബുള്ള നടത്തിയത്. ഒപ്പം തന്നെ ജനവാസ കേന്ദ്രങ്ങളിൽ കിബട്ട് അടക്കമുള്ള ജനവാസ കേന്ദ്രങ്ങളിൽ 30ഓളം റോക്കറ്റുകൾ തൊടുത്തുവിട്ടതായിട്ടാണ് പുറത്തു വരുന്ന വിവരം. വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് ഹീബ്രു മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. പക്ഷേ ഇത്തരം ഒരു ആക്രമണം ഉണ്ടായതിനെക്കുറിച്ച് IDF, അതായത് ഇസ്രായേലിൻ്റെ സൈന്യം ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. സാധാരണഗതിയിൽ ഇത്തരം ആക്രമണങ്ങൾക്ക് പിന്നാലെ ഔദ്യോഗികമായി അതിൻ്റെ ഒരു പ്രതികരണം ഉണ്ടാകാറുണ്ട്. ഏതായാലും വടക്കൻ ഇസ്രായേലിലെ സ്കൂളുകൾക്ക് അവധി കൊടുക്കാൻ ഇസ്രായേൽ തീരുമാനിച്ചിരിക്കുന്നു. സ്കൂളുകൾ അടച്ചിടാൻ തീരുമാനിച്ചിരിക്കുന്നു. ഈ വടക്കൻ ഇസ്രായേൽ അപൂർവമായിട്ട് മാത്രമാണ് ഈ ആക്രമണം നടക്കുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസം ഏറ്റവും കൂടുതൽ ആക്രമണം നടന്നതും ഈ വടക്കൻ ഇസ്രായേൽ മേഖലയിലാണ്. ലെബനിൽ നിന്ന് 9 കിലോമീറ്റർ അകലെയുള്ള ഇസ്രായേൽ പ്രദേശമാണ് കിബട്സ്. അവിടേക്കാണ് ഒരു വലിയ രീതിയിലുള്ള ആക്രമണം നടന്നത്. ഒപ്പം തന്നെ ഷമീർ, ബെറ്റ് ഹില്ലൽ, കാഫ് സോൾഡ്, സെറ്റ്, നെഹീമിയ തുടങ്ങിയ ഇടങ്ങളിലെല്ലാം തന്നെ വലിയ രീതിയിലുള്ള ആക്രമണം എന്ന് തന്നെയാണ്. ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾക്കായി കാത്തിരിക്കുന്നു. ഇതിൽ ആളപായം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ കാത്തിരിക്കുന്നു. ഒപ്പം തന്നെ അമേരിക്കയുടെ ഒരു ഡ്രോൺ യമനിൻ്റെ മുകളിലൂടെ പറന്നപ്പോൾ ഹൂതി വിമതർ വെടിവെച്ചിട്ടതായിട്ടുള്ള വാർത്തയും പുറത്തു വരുന്നു. ആളില്ലാ വിമാനമായിരുന്നു ഇത് എന്നും പുറത്തു വരുന്നു. ഏതായാലും ഇതിൻ്റെ ഒരു സ്ഥിരീകരണം ഈ രണ്ട് വിഭാഗത്തിൽ നിന്നും ഉണ്ടാകും. ഇസ്രായേൽ സൈന്യത്തിൻ്റെ IDFൻ്റെ ഭാഗത്തു നിന്നും ഒപ്പം തന്നെ അമേരിക്കൻ സൈന്യത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും. ഏതായാലും വീണ്ടും സംഘർഷം ഒരു ഇടവേളയ്ക്ക് ശേഷം ഇസ്രായേൽ കനക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. ന്യൂസ് ഡെസ്ക് ന്യൂസിൻ്റെ മലയാളം.